അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരുടെ വിഷമം അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിലുള്ള മറുപടിയാണ് കേട്ടോ. ഒരൊറ്റ ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് 4 കൊല്ലമായി നൂറെ ഹബീബിനെ ഇത്രയേറെ വേട്ടയാടിയിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ പത്തര മാറ്റോടെ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. എത്ര വേട്ടയാടിയിട്ടുണ്ടാകുന്നില്ല, തങ്ങൾ പാപ്പാക്കൊന്നും പറ്റുന്നില്ല, മജ്‌ലിസിന് പറ്റുന്നില്ല. അതിന് എനിക്കൊരു ഉത്തരമുള്ളത് അല്ലാഹുവിൻ്റെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞൊരു വാക്ക് മാത്രമാണ്. ഈ കണ്ടോ, ഈ യത്തീമക്കള്, ഈ യത്തീമക്കളെ കണ്ടോ, ഇവരാണ് എൻ്റെ രക്ഷ. ഈ യത്തീമക്കളെ ദുആയാണ് എൻ്റെ ഏറ്റവും വലിയ ആയുധം. ഞാൻ ഏറ്റെടുത്ത 50 ചില്ല മക്കളാണ്. എല്ലാ മാസവും ഇതെൻ്റെ മക്കളാണ്. ഈ കാണുന്നതൊക്കെ എൻ്റെ മക്കളാണ്. ഇനി കൊടക്കാട് തങ്ങൾക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചാൽ ബേജാറാകാതെ ഞാൻ പറയും 50 ചില്ല മക്കളുണ്ട്. സന്തോഷത്തോടെ പറയും. ഇവരെ വസ്ത്രം, ഇവരെ ഭക്ഷണം, ഇവർക്കുള്ള ആശുപത്രി ചെലവുകൾ, എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ മക്കളാണ്, ചെറിയ പൈത മക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാപ്പയില്ലാത്ത വിഷമം അവരെ അറിയിക്കാതെ അവരെ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. യത്തീം മക്കളെ നോക്കുന്നതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൂറെ ഹബീബിൻ്റെ ഒരുപാട് മുത്തുമണികളുണ്ട്, ഒരുപാട് അടിമന്മാരുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവരുടെ സഹായം കൊണ്ടാണ് ഈ മക്കളെ നമ്മൾ നോക്കുന്നത്. ഈ മക്കളെ നോക്കുന്നതിൻ്റെ പ്രതിഫലമാണ് നൂറെ ഹബീബിൻ്റെ വിജയം. ഇത് മാത്രമാണ് നൂറെ ഹബീബിൻ്റെ കരുത്ത്. ഈ മക്കള് ഒരു ആമീൻ പറഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ രക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം യത്തീം മക്കളെ നോക്കാനുള്ള സമ്പത്ത് അല്ലാഹു ഞങ്ങളെ കയ്യിൽ തരട്ടെ. അതുപോലെ തന്നെ അല്ലാഹു ഈ മക്കളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിനെ അല്ലാഹു ഉയർത്തട്ടെ. സലാത്തുൽ ഫാത്തിഹ. പിന്നെ ഒരുപാട് മക്കളുണ്ട്, അതുപോലെ തന്നെ പിന്നെ വലിയ പെൺകുട്ടികളൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കളെ നോക്കുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിനെ അല്ലാഹു ഉന്നതങ്ങളിൽ അല്ലാഹു എത്തിക്കട്ടെ. ഇവര് പാവപ്പെട്ട മക്കളല്ല, ഇവര് നമ്മളെ തങ്ങൾ പാപ്പാൻ്റെ കുട്ടികളാണ്. 50 ചില മക്കളുണ്ട്. അവർക്ക് ഓരോ മാസം 5000 വെച്ചും പല ആളുകൾ മക്കളനുസരിച്ച് നമ്മൾ ഒരുപാട് കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്. എല്ലാ മാസം ആദ്യത്തെ 1-ാം തീയതി, ആദ്യത്തെ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ഇവർക്കുള്ള ഭക്ഷണം, ഇവർക്കുള്ള വസ്ത്രം, ഇവർക്കുള്ള ബുക്ക്, ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പൊന്നു മക്കളെ ബർക്കത്ത് ഞങ്ങളെല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. അപ്പം നൂറെ ഹബീബിൻ്റെ മജ്‌ലിസ് തകരൂല. ഈ മക്കളെ ഇതൊക്കെ എൻ്റെ മക്കളാണ്. ഈ കാണുന്നതൊക്കെ അല്ലാഹു അവർക്കും അല്ലാഹു അവരുടെ വാപ്പാൻ്റെ കൂടെ നാളെ സുബലോക സ്വർഗത്തിൽ കടക്കുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതെൻ്റെ മക്കളാണ്. ഞാൻ കൊടക്കാട് തങ്ങൾക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, 50 ചില മക്കളുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹബൂബരാം നബിയേ മക്ക മദീനയിലേ